ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്കതിൻ്റെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാമെന്നാണ്. ഇതൊരു പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കും. അതിനുശേഷം മുകളിലായിട്ട് സെറ്റിംഗ്സ് ഐക്കൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ അടിയിലോട്ട് നീക്കുക. അതിനുശേഷം ഈ സപ്പോർട്ടിൽ നിങ്ങളുടെ ഐ നീഡ് ഹെൽപ്പ് എന്ന് കാണാൻ സാധിക്കും, അതിൽ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കും. അതിനുശേഷം മാനേജ് മൈ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും, ഇത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അതിനുശേഷം മുകളിലായിട്ട് 3 ഡോട്ട് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മാനേജിങ് മൈ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ രണ്ടാമതായി കാണുന്ന ഡിലീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നാമതായി കാണുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ അടിയിലോട്ട് നീക്കുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് പോർട്ടൽ എന്ന് കാണാൻ സാധിക്കും, ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ സ്നാപ്ചാറ്റ് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ യൂസർ നെയിമാണ് ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം ടൈപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. സ്നാപ്ചാറ്റ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലായിട്ട് ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. വീണ്ടും ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടിപൊളി വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.